എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ലോകത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും, സാറ്റലൈറ്റ് മാധ്യമങ്ങളും, ഓൺലൈൻ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നൊരു ഹോട്ട് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നരേന്ദ്രമോദിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കൻ ചാരസംഘടനയായ CIA കുറേ ആൾക്കാരെ, അതായത് അമേരിക്കൻ സൈനികളെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരും സൈന്യത്തിൽ വിരമിച്ചുമായ ഏകദേശം 150ഓളം ആൾക്കാരെ ഈ ഏഷ്യൻ കൺട്രീസിലേക്ക് അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലോട്ടും ബംഗ്ലാദേശിലോട്ടും പാകിസ്ഥാനിലോട്ടും നേപ്പാളിലൊക്കെ ആയിട്ട്. അതായത് അവരുടെ വലിയ ബൃഹത് മിഷനാണ്, ഒരു ബ്രോഡ് മിഷനാണ്. ആ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി അൾട്ടിമേറ്റായിട്ട് ഇല്ലാതാക്കുക. 2026 ഒരു മിഡിൽ തന്നെ, അതിൻ്റെ ഉള്ളിൽ തന്നെ നരേന്ദ്രമോദിയെ വധിച്ചിട്ട് ഇന്ത്യയിൽ ഒരു പുതിയ സർക്കാരിനെ അധികാരത്തിലേറ്റുക. ഇതാണ് CIAയുടെയും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും ഒരു അജണ്ട എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കുറേ നാൾ മുന്നേ തന്നെ എയറിലുണ്ട് സംഭവം. ഈ അടുത്ത കാലത്താണ് ഇവിടെ കേരളത്തിലെ സാറ്റലൈറ്റ് മീഡിയകളും മെയിൻ സ്ട്രീം ഒരു ഇതിലുള്ള, അതായത് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റുപിടിച്ചത്. അപ്പോൾ എന്ത് തന്നെയാലും ഇത് സംഭവം ഇത്തിരി ഗുരുതരമായ കാര്യമാണ്. അതായത് ഇല്ലാതെ ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇത് ചർച്ചയില്ല. ഇന്ത്യയിൽ തന്നെ എല്ലാ സാറ്റലൈറ്റ് മീഡിയസും ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം ചില റഷ്യൻ മാധ്യമങ്ങൾ പുറത്തു വിട്ടിരുന്നു. അപ്പോൾ റഷ്യൻ മാധ്യമങ്ങളൊക്കെ പിടിച്ചിട്ട് തുർക്കിയിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനീ പാകിസ്ഥാനിലെ ഡോൺ പോലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് 31 ബംഗ്ലാദേശിലെ ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ, അതായത് ഭയങ്കര പോഷ് ഹോട്ടലാണ്, ഭയങ്കര സമ്പന്നർ മാത്രം പോകുന്നൊരു ഹോട്ടലാണ്. ആ ഹോട്ടൽ ബംഗ്ലാദേശിലെ ഏറ്റവും പോപ്പുലർ ഹോട്ടലാണ്. ആ ഹോട്ടലിൽ 808ാമത്തെ റൂമിൽ അമേരിക്കൻ സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിലെ ഉദ്യോഗസ്ഥനായ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെറൻസ് സാർവൽ ജാക്സൺ എന്ന് പറയുന്ന ഒരു സൈനികൻ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. അതായത് പൂർണ്ണ നഗ്നനായിട്ടാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇവിടെ റൂം എടുത്തത് ഇയാൾക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്ത് അമേരിക്കൻ എംബസി ആണ് എന്ന് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെല്ലാം, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എല്ലാം അപ്രത്യക്ഷമായി. മുമ്പൊക്കെ ഈ ടെറൻസ് സാർവൽ ജാക്സൺ കൊല്ലപ്പെട്ടതിന് കുറച്ച് മുന്നേ തന്നെ ഈ വാർത്തകൾ പുറത്തു വന്നു. അതായത് കൊല്ലപ്പെട്ടതിന് ശേഷം വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫോട്ടോ വരുമായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത പുള്ളിയുടെ ഒരു ഫോട്ടോ പോലും കാണാനില്ല. അതിനർത്ഥം എന്താണ്? വലിയ രീതിയിലുള്ള കോൺസ്പിറൻസി ഇതിനകത്തുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ റഷ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെറൻസ് സാർവൽ ജാക്സൺ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുന്നേ തന്നെ അദ്ദേഹത്തിന് ഒരു ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പ്രചാരണം ലഭിക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വേറൊരാളായിട്ട് ഫോൺ ചെയ്യണം. അത് അതർ എൻഡിൽ ആരാണെന്ന് അറിയില്ല, പക്ഷേ ഒരു അമേരിക്കൻ, ഓഫ് കോഴ്സ് ഒരു അമേരിക്കൻ തന്നെയാണ്. ഇവർ പറയാണ്, അതായത് റാദർ ദാൻ ഫിനിഷിങ് മോദി ഐ വുഡ് റെക്കമെൻഡ് ടു ഫിനിഷ് യോഗി. അതാണ് അതിലെ മെയിൻ കണ്ടൻറ്റ്. അതായത് നരേന്ദ്രമോദിയെ വധിക്കുന്നതിനെക്കാട്ടും നല്ലത് യോഗി ആദിത്യനാഥിനെ വധിക്കുന്നതാണ് ഇപ്പോൾ ഉചിതം. അയാളെ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് അവരൊരു മിഷനായിട്ട് വന്നതാണ്, നരേന്ദ്രമോദി വധിക്കാനുള്ള ഒരു മിഷൻ ഏറ്റെടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അത് തന്നെയാണ് സോഷ്യൽ മീഡിയയൊക്കെ വലിയ രീതിയിലുള്ള ലോകമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെ, ആ ഒരു കോൺസ്പിറസി. അപ്പോൾ ഇദ്ദേഹം ഫോൺ ചെയ്ത് ആ സമയത്ത്, കൊല്ലപ്പെട്ട ഓഗസ്റ്റ് 31 കൊല്ലപ്പെട്ടത്. അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് ഏകദേശം 11 മണിക്കുള്ളൊരു ഫോൺ കോളിലാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. അതായത് മോദിയെ കൊല്ലുന്നതിന് പകരം യോഗിയെ കൊല്ലുന്നതായിരിക്കും, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതില്ലേ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സംഭവം ശരിയാണ്. അതായത് ഇവർ വലിയൊരു മിഷനായിട്ട് വന്നതല്ലേ. വലിയൊരു മിഷനായിട്ട് വരുമ്പോഴുണ്ടല്ലോ, അതിന് മുന്നേ തന്നെ കുറേ റിസർച്ച് ടീമൊക്കെ, ഇവർക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ കിട്ടും. അതായത് ഒരു ടോപ്പ് ലെവൽ ടീം വരുന്നതിന് മുന്നേ തന്നെ ഒരു ലോവർ ലെവൽ റിപ്പോർട്ട്, അതായത് ഒരു 1, 2, 3 സ്റ്റേജുള്ള ഒരു ലോവർ ലെവൽ റിപ്പോർട്ട് എന്തായാലും ആ ടോപ്പ് ലെവലിന് കിട്ടിയിരിക്കും. ഓഫ് കോഴ്സ് അത് ഏതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായാലും നമ്മളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ താഴെത്തട്ടുന്നില്ല ഒരു റിപ്പോർട്ട് നമുക്ക് എന്തായാലും വേണ്ടി വരും. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന താഴെത്തട്ടിലേക്കാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടും. എക്സാക്ട്ലി അതന്നെ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട്. ആ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് അനുസരിച്ച്, അതായത് നരേന്ദ്രമോദി ഏകദേശം 75 വയസ്സായി. അതായത് BJPയുടെ ഒരു ഐഡിയോളജി വെച്ചിട്ട്, അവരുടെ ഇത് വെച്ചിട്ടും 75 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരണഘടനാപരമായ ഒരു പ്രധാനപ്പെട്ട പദവികളും വഹിച്ചുകൂടാ എന്ന് അവരുടെ ഒരു ബൈലോലുണ്ട് എന്നാണ് പറയുന്നത്. അത് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്ന് ശരിക്കും BJPക്ക് മാത്രമേ അറിയൂ. അപ്പോൾ എന്ത് തന്നെയാലും അങ്ങനത്തെ ഒരു അന്തരീക്ഷം, അങ്ങനത്തെ ഒരു ടോക്ക് അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ ചിലപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യോഗി ആദിത്യനാഥ്, അതായത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായ, ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ലീഡറായ, അതായത് നരേന്ദ്രമോദിയോളം ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് മുകളിൽ പോപ്പുലാരിറ്റിയിലൊരു ലീഡറാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി ആകാനാണ് കൂടുതൽ സാധ്യത. അതായത് നമുക്കറിയാം, ഈ ഉത്തർപ്രദേശിൻ്റെ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കോടി ആണ് 2022 വരെയുള്ള കണക്ക് വെച്ചുവാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നോക്കണം 26 കോടിയാവും. വേൾഡിൽ തന്നെ 5ാമത്തെ മോസ്റ്റ് പോപ്പുലേഷനിലുള്ള കൺട്രിയാണ് പാകിസ്ഥാൻ. അവിടെ 25 കോടി ജനങ്ങളാണ് പാകിസ്ഥാനും ബ്രസീലൊക്കെ. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ
അങ്ങനെ നോക്കുകയാണെങ്കിൽ യോഗി ആദിത്യനാഥായിരിക്കും അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് ഇവർക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിലോ നരേന്ദ്രമോദി ഇപ്പോൾ ധൃതി പിടിച്ച് കൊല്ലണ്ട എന്നും, അതായത് ഫിനിഷ് ചെയ്യേണ്ട എന്നും, ഇനി വരാൻ പോകുന്നത് അതിനെക്കാട്ടി മുന്തിയ വിഷമുള്ള, അതായത് മുന്തിയ ഇനമായ, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷമായിരിക്കും, മുന്തിയ ഇനമായ യോഗി ആദിത്യനാഥ് ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെന്ന്. അതായത് മോദി വെറും ഒരു ടീസർ മാത്രമാണ്. യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ട്രെയിലർ മാത്രമല്ല, ഒരു മുഴുനീള ഫിലിമാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും മോദിയെ കൊല്ലുന്നതിന് പകരം യോഗിയെ കൊല്ലുന്നതായിരിക്കും നമ്മുടെ ലോങ് ടേം മിഷനെ അത് അനുയോജ്യം എന്നുള്ള റിപ്പോർട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ സൈനികന് കിട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പുറത്തുള്ള മറ്റൊരു സൈനികനായിട്ട് ഈ വിവരം പങ്കുവെച്ചത്. ആ ഒരു ഓഡിയോ തന്നെയാണ് ഇപ്പോൾ റഷ്യൻ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ച് ഇന്ത്യൻ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ നേരത്തെ ഇന്ത്യൻ ഇൻ്റലിജൻസിന് അജിത് ഡോവലിൻ്റെ പിള്ളേരുടെ കയ്യിൽ കിട്ടിക്കാണും. നമുക്കറിയാം ഇപ്പോൾ എങ്ങനെയാണ് ടെറൻസ് സർവൽ ജാക്സൺ കൊല്ലപ്പെട്ടത് എന്നുള്ള ഒരു വിവരവുമില്ല. അതായത് അമേരിക്കൻ എംബസി ആദ്യം പറഞ്ഞ മാധ്യമപ്രവർത്തകരോട് ടെറൻസ് സർവൽ ജാക്സൺ വന്നിട്ട് ബുക്ക് ചെയ്താണ്, ബിസിനസ് ആവശ്യത്തിന് ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ വന്നതാണെന്നൊക്കെ പറഞ്ഞത്. പിന്നീടാണ് പുറത്തു വരുന്നത് അയാൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത് അമേരിക്കൻ എംബസിയാണെന്നുള്ള തരത്തിൽ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി. അപ്പോൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു കോൺസ്പിറസിയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് റഷ്യ ഉൽപ്പാദിപ്പിച്ചെടുത്ത പൊളോണിയം എന്ന് പറയുന്ന ഒരു വിഷവംശം ദേഹത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. അപ്പോൾ പൂർണ്ണ നഗ്നനായിട്ടാണ് കാണപ്പെട്ടതെന്ന്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഹണി ട്രാപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എല്ലാം കൂടി വായിച്ചു നോക്കണമെങ്കിൽ ഇന്ത്യൻ അജ്ഞാതരല്ലേ, ഡോവലിൻ്റെ പിള്ളേരല്ലേ, പല നമ്പറുകളും പായിട്ടും. അതായത് നമ്മളെ ശത്രുക്കൾ എന്താ പറഞ്ഞിട്ട് മോഹൻലാൽ പറഞ്ഞില്ലേ, നിങ്ങൾ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. അതുമാതിരിയാണ് ഡോവലിൻ്റെ പിള്ളേർ. അതായത് ഇവർ അമേരിക്കയുടെ സിഐയുടെ ആൾക്കാരൊക്കെ ചിന്തിച്ച് തീരുന്നതെടുത്ത്. അപ്പോൾ ഇവരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും അവിടെ വന്നിട്ട് അടുത്ത ദിവസം മോദിയെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ പിള്ളേർ എത്തിയിട്ടുണ്ടാവും, ആൾക്കാർ വന്ന് കാച്ചിക്കളഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. എന്തുതന്നെയാലും ഈ പൊളോണിയം അകത്ത് നിന്നിട്ടാണോ അല്ല ഡോവലിൻ്റെ പിള്ളേർ അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഫിനിഷ് ചെയ്തതാണെന്ന് അത് ദൈവം തമ്പുരാനി മാത്രമേ അറിയൂ. വെറുതെ അല്ല, ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അമേരിക്കൻ എംബസി പറഞ്ഞു, നിങ്ങളാരും അതിനകത്ത് ധാക്ക പോലീസ് ഒരാളും അതിനകത്ത് കയറരുത്, നമ്മൾ വന്നിട്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. റൂം അപ്പോഴത്തേന് സീൽ ചെയ്യാൻ പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് എയർക്രാഫ്റ്റ് ഇതൊക്കെ വന്നിട്ട് എല്ലാ സാധനങ്ങളും തൂക്കിപ്പെറുക്കിക്കൊണ്ട് ഒരു പൊടി പോലും അവശേഷിച്ചില്ല. അതിനുശേഷം അവിടെ വലിയ രീതിയിൽ ആസിഡ് ക്ലീനിങ് നടത്തിയിട്ട് റൂം ആസിഡ് ക്ലീനിങ് നടത്തിയിട്ടാണ് അവർ സ്ഥലം വിട്ടത്. അതായത് ഒരു തെളിവ് പോലും അവശേഷിക്കാത്ത തരത്തിൽ. അത് ആസിഡ് വാഷ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് അങ്ങനത്തെ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതൊക്കെ ചെയ്തേ? അതിനകത്ത് തന്നെ അവരെന്നെ എന്ത് പേടിപ്പെടുന്ന സംഭവം ചിലപ്പോൾ അവർക്കറിയായിരിക്കും ആരാ തട്ടിയെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ എന്ത് തന്നെയായാലും അമേരിക്ക ഇപ്പോൾ മോദിയുടെ പുറകെയല്ല, CIA ഇപ്പോൾ മോദിയുടെ പുറകെയല്ല, യോഗിയെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലായി ഇതിനെക്കാട്ടും വലിയ സാധനമാണ് അണിയറയിലുള്ളത്. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മോദിയൊന്നും ആയിരിക്കില്ല. മോദിക്ക് കുറച്ച് മനുഷ്യപ്പെട്ട് ഇതുണ്ടാവില്ലേ, പച്ചമലയാളത്തിൽ പറഞ്ഞ മനുഷ്യപ്പെട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം മോദിക്ക് ഉണ്ട്. പക്ഷേ യോഗിക്ക് അത് കാണില്ല. ശത്രുക്കളെ നിർദ്ദയം ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് യോഗി ആദിത്യനാഥിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കറിയാം അവിടുത്തെ എൻകൗണ്ടർ സീരീസൊക്കെ ലോക പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എന്ത് തന്നെയായാലും അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 7.1 ട്രില്യൺ GDP ഉള്ള ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ അമേരിക്ക ഭയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യ ഒരു 10 ട്രില്യൺ 15 ട്രില്യണൊക്കെ ആയിക്കഴിഞ്ഞാണ്ടല്ലോ എന്തായിരിക്കും അവസ്ഥ? അമേരിക്കയുടെ കട പൂട്ടിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കലാപം ഉണ്ടാക്കാനും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ കയ്യിലെടുത്ത് വലിയ രീതിയിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഈ ഭരണത്തെ അട്ടിമറിക്കാനും അമേരിക്ക ട്രൈ ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരുമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.